നമസ്കാരം. നീതി ബൈ സനീജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റീഡിങ്സ് ഒന്നുമല്ല ചെയ്യാൻ പോണത് കേട്ടോ. ഇന്ന് നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സിനെ പറ്റിയിട്ടാണ് പറയാൻ പോണത്. ഓക്കെ, എൻ്റെ അടുത്ത് കുറേ പേര് ഇങ്ങനെ ചോദിക്കും, മാം എന്താണ് അതിൻ്റെ അർത്ഥം, എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നൊക്കെ പറഞ്ഞ് കുറേ ഏഞ്ചൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ അതെന്താണ് എന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുമ്പം ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത് റിപ്പീറ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സാണ്. ഇപ്പോൾ 111, 222, 333 അങ്ങനെയുള്ള നമ്പേഴ്സാണ് കോമൺ ആയിട്ട് കാണുന്ന ഏഞ്ചൽ നമ്പേഴ്സ്. ഇത് മാത്രമല്ല, വേറെ 1155, 449 അങ്ങനെ പല പല കോമ്പിനേഷൻസിൽ വരാറുണ്ട്. എങ്കിലും മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്ലറ്റ്സ് ആണ്. 000 മുതൽ 999 വരെ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ ഈ നമ്പേഴ്സ് നമ്മളെ കാണിക്കുന്നത് വഴി നമ്മുടെ ഏഞ്ചൽസ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് എന്താണ്, ആ മെസ്സേജ് എന്താണ് എന്ന് ഞാൻ പറയാൻ പോകുന്നു. ഓക്കെ, ഇനി ഇത് വളരെ എക്സ്പ്ലെയിൻഡ് ആയിട്ടല്ല, നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഓരോ കീവേഡ്സ് വെച്ചിട്ട് ഞാൻ പറയാൻ പോകുന്നത്, സിമ്പിളായിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഞാൻ ബോർഡ് യൂസ് ചെയ്ത് ഞാൻ എഴുതി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് 000. 000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെയും ഒരു ബിഗിനിങ് ആണ്. അപ്പം അതൊരു ഫ്രഷ് സ്റ്റാർട്ടാണ്. ഓക്കെ, സോ 000 ഇസ് എ ഫ്രഷ് സ്റ്റാർട്ട്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാനിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ജോലി ഓഫർ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 000 കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് എ ഗുഡ് സ്റ്റാർട്ട് ഫോർ യു. ഓക്കെ, അപ്പോൾ അതാണ് 000. നൗ 111. 111 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇൻറ്റൻഷൻ. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നുകയാണ് ഇൻറ്റ്യൂട്ടീവ്ലി. അങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുമ്പം ഈ 111 കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ആ തോന്നൽ, യു ഫോളോ ഇറ്റ്, ഗോ ഫോർ ഇറ്റ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഇൻറ്റൻഷൻ നമ്മൾ വിശ്വസിക്കുക, ആ ഇൻറ്റ്യൂഷൻ. ഇപ്പം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേന് ഇപ്പം പോകണ്ട, അല്ലെങ്കിൽ ആ ഒരു മീറ്റിങ്ങിന് നിങ്ങൾ പോകാൻ പോകുമ്പോഴത്തേന് ആ മീറ്റിംഗ് നന്നായി പോവില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുകയാണെങ്കിൽ, അപ്പോൾ 111 കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക നിങ്ങളുടെ ഉള്ളിലുള്ള തോന്നൽ ശരിയാണ്. ഓക്കെ, സോ 111 ഇസ് ഇൻറ്റ്യൂഷൻ. നൗ 222. 222 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൈൻമെന്റ് അല്ലെങ്കിൽ ബാലൻസ്. ഓക്കെ, നമ്മുടെ ത്രാസില്ലേ, അതിനെ ഓർത്ത് വെച്ചാൽ മതി, ആ രണ്ട് സാധനങ്ങൾ. അപ്പം നമ്മുടെ ലൈഫിൽ ഇപ്പോൾ കരിയർ, ഫാമിലി ലൈഫ്, ഇങ്ങനെ മൊത്തത്തിൽ ആകെ നിങ്ങളൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 222 കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഏഞ്ചൽസ് തരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു കീപ് ദ ബാലൻസ്, യു കീപ് എവറിത്തിങ് അലൈൻഡ്. അലൈൻമെന്റ് അല്ലെങ്കിൽ ബാലൻസ് ആണ് നമ്മുടെ ലൈഫിൽ വേണ്ടത്. ഓക്കെ, ഇത് ജസ്റ്റ് എക്സാമ്പിളാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് 333. 333 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട്. അതായത് നമുക്ക് വേണ്ട ഡിവൈൻ സപ്പോർട്ട്. അതിപ്പോൾ ഏഞ്ചൽസ് ആകാം, സ്പിരിറ്റ് ഗൈഡ്സ് ആകാം, നമ്മുടെ മരിച്ചുപോയ നമ്മുടെ പിതൃക്കളാകാം. അവരുടെ എല്ലാം സപ്പോർട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടൊന്നും പേടിക്കേണ്ട. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സംരംഭം തുടങ്ങാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. ഡിവൈൻ സപ്പോർട്ട് ഇസ് വിത്ത് യു. ഓക്കെ, സോ 333 ഇസ് സപ്പോർട്ട്. നൗ 444. 444 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. യു ആർ ഡിവൈൻലി പ്രൊട്ടക്റ്റഡ്. ഏഞ്ചൽസ് ആർ ദെയർ പ്രൊട്ടക്റ്റിംഗ് യു. ബാക്കിയുള്ള ദുഷ്ടശക്തികളിൽ നിന്നൊക്കെ നിങ്ങളെ രക്ഷിക്കുന്നുണ്ട്. യു ആർ ഓൾവേസ് പ്രൊട്ടക്റ്റഡ്. സോ ഇറ്റ് ഈസ് ലൈക്ക് എൻ അഫർമേഷൻ. ഓക്കെ, സോ അതാണ് പ്രൊട്ടക്ഷൻ. 444. ഇനി 555. 555 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഒരു സാധനമാണ്, ചേഞ്ച്. നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നു. ആ മാറ്റം എന്ന് പറയുന്നത് നല്ലതിന് വേണ്ടിയിട്ടുള്ള മാറ്റമാണ് കേട്ടോ. അതുകൊണ്ട് പേടിക്കേണ്ട. ഇപ്പം എൻ്റെ ലൈഫിൽ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആണ്, എങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയാലും 555. എനിക്ക് അവസാനം പേടി പോലെയായി 555 ആണ്. കാരണം ഇപ്പം ജോലിയാണെങ്കിലും ശരി, റിലേഷൻഷിപ്സ് ആണെങ്കിലും ശരി, നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സാധനം പെട്ടെന്ന് അങ്ങ് കൊളാപ്സ് ആവും, ഒരു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാതെ. അപ്പം അന്നേരം നമ്മൾ ഭയങ്കര അപ്സെറ്റ് ആകും.
പക്ഷേ കുറേ നാൾ കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകും ഇറ്റ് വാസ് ഫോർ അവർ ഗുഡ്, നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലാകും. ഓക്കെ, സോ അതാണ് 555 ചേഞ്ച്. ഇനി 666 കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്ലക്റ്റ്, അതായത് നിങ്ങളുടെ ഉള്ളിലേക്ക് ഒന്ന് നോക്കുക. പോസ് ആൻഡ് തിങ്ക് അബൌട്ട് യുവർ സെൽഫ് ഫോർ എ വൈൽ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു പോസ് എടുത്തിട്ട് അതിനെപ്പറ്റി ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ചിലപ്പം നിങ്ങൾ ഇതുവരെ കാണാത്ത ഏതെങ്കിലും ഒരു വശം നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ റിഫ്ലക്റ്റ് യുവർ സെൽഫ്. ഓക്കെ, സോ അതാണ് 666. ഞാൻ 777 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ക്, ഭാഗ്യം. നിങ്ങൾക്ക് എന്തോ ഒരു ഭാഗ്യം നിങ്ങളെ തേടി വരാനിരിക്കുകയാണ്. അതിൻ്റെ സിമ്പിളാണ് 777 എന്ന് പറയുന്നത്. അതായത് ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ അടിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നന്മകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതാണ് 777. നെക്സ്റ്റ് ഇസ് 888. അതെൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് കേട്ടോ. അബണ്ടൻസ്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രോസ്പെറിറ്റി, ഒരുപാട് അബണ്ടൻസ് ഉണ്ടാകാൻ പോവുകയാണ്. അതിൻ്റെ ആ ഒരു സൈനാണ് 888 നിങ്ങൾ കാണുന്നത്. അതായത് അബണ്ടൻസ് എന്ന് പറയുമ്പോൾ അത് പൈസയുടെ രൂപത്തിലാകാം, റിലേഷൻഷിപ്പ്, സ്നേഹബന്ധങ്ങളുടെ രൂപത്തിലാകാം, എന്താണെങ്കിലും ഒരുപാട് നന്മകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. അതിൻ്റെ സൈനാണ് 888. ഓക്കെ, 999. 999 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവ്യൂ. അല്ലെങ്കിൽ വേണ്ട, റിവ്യൂ വേണ്ട, നമുക്ക് റിഫ്ലക്റ്റ് എന്ന് പറയാം. അല്ല, റിഫ്ലക്റ്റ് 666 ആയിരുന്നല്ലോ. റിലീസ്. യെസ്, റിലീസ്. ഇതാണ് കറക്റ്റ് 999. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണ്. അതിപ്പം റിലേഷൻഷിപ്സ് ആവാം, ചിലപ്പോൾ നമുക്ക് ടോക്സിക് റിലേഷൻഷിപ്സ് ആവാം. പക്ഷേ എന്തൊക്കെയോ റീസൺസിന് വേണ്ടിയിട്ട് നമ്മളതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക. ചിലപ്പോൾ നമ്മുടെ അബാൻഡൻമെൻറ്റ് ഇഷ്യൂസ് ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ആകാം. എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ അങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ റിലീസ് ഇറ്റ്. ഇറ്റ് ഈസ് ദ ടൈം ടു റിലീസ്. അപ്പം നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ആ ഒരു സ്പേസ് അങ്ങ് എംറ്റി ആകുമ്പോൾ വേറെ നല്ലത് അവിടെ വന്നിരിക്കും. മനസ്സിലായോ? അപ്പം നമുക്ക് റിലീസ് ചെയ്യുക എന്ന് നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ 999 കാണുവാണെങ്കിൽ റിലേഷൻഷിപ്സ് മാത്രമല്ല, അതിപ്പോൾ ചിലപ്പോൾ മെമ്മറീസ് ആകാം, ചില ഓർമ്മകളാകാം, അത് നമ്മൾ റിലീസ് ചെയ്യണം. അപ്പം ഇത്രയുമാണ് ട്രിപ്ലറ്റ് ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ. 000 ഫ്രഷ് സ്റ്റാർട്ട്, 111 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റ്യൂഷൻ, 222 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൈൻമെന്റ് ഓർ ബാലൻസ്, 333 സപ്പോർട്ട്, 444 പ്രൊട്ടക്ഷൻ, 555 ചേഞ്ച്, 666 റിഫ്ലക്ട്, 777 ലക്ക്, 888 അബണ്ടൻസ് ആൻഡ് 999 റിലീസ്. അപ്പം ഇത്രയും സാധനങ്ങൾ അങ്ങ് പഠിച്ചു വെച്ചാൽ, ഓരോ കീവേഡ്സാണ്, ഇത്രയും സാധനങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നമ്പേഴ്സ് കാണുമ്പോഴത്തേന് പെട്ടെന്ന് ഈ വേർഡ് ഓർത്തു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്ത് അതിൻ്റെ മീനിങ്സ് കണ്ടുപിടിക്കാൻ പറ്റും. മീനിങ്സ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നൗ ഈ നമ്പേഴ്സ് നമുക്ക് എവിടെയൊക്കെ കാണാൻ പറ്റും? ചിലപ്പോൾ ഞാൻ കൂടുതലും കാണുന്നത് ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴത്തേനും ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളുടെ നമ്പർ പ്ലേറ്റിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഞാൻ വണ്ടികളുടെ നമ്പർ പ്ലേറ്റ്, പിന്നെ അതേപോലെ മൊബൈൽ നമ്പേഴ്സ്, ഏതെങ്കിലും ബുക്സ് വായിക്കുകയാണെങ്കിൽ അതിൻ്റെ പേജസ്, പിന്നെ സൈഡിലൂടെ ഉള്ള നമ്മൾ പോകുമ്പോൾ സൈഡിൽ നോക്കുന്ന ബിൽ ബോർഡ് അല്ലെങ്കിൽ ഹോർഡിങ്സ്, അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്പേഴ്സ്. ഇങ്ങനെ ഈ നമ്പേഴ്സ് വെച്ചിട്ട് ഏഞ്ചൽസ് നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും, ചില മെസ്സേജസ് നമുക്ക് തരാൻ ശ്രമിക്കും. അതാണ് ഏഞ്ചൽ നമ്പേഴ്സ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമുണ്ട്, നമ്മുടെ ക്ലോക്കിൻ്റെ സമയം. അതിലും ഈ ഏഞ്ചൽസിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെയും ഒക്കെ ഇൻഫ്ലുവൻസ് വരാം. ഫോർ എക്സാമ്പിൾ, ഈ സമയം 1:11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് സിമിലർ ടു 111. സെയിം മീനിങ് ആയിട്ട് വരും. അതേപോലെ തന്നെ 2:22, 3:33, 4:44, 5:55. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? 5:55 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 555 ആയിട്ട് നമുക്ക് എടുക്കാം. 6:66 സമയമില്ല, കാരണം നമുക്ക് ക്ലോക്കിൽ 60 വരെ ഉള്ളൂ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഇതും നമ്മുടെ ക്ലോക്ക് ടൈമിങ്സുമായിട്ട് ഓൾമോസ്റ്റ് മീനിങ് സിമിലർ ആണ്. ഓക്കെ, ഇതല്ലാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടൈംസും കൂടി ഉണ്ട്. അതേതാന്ന് വെച്ച് കഴിഞ്ഞാൽ 10-10, 11-11,
12 12. ഓക്കെ, ഈ 3 സമയങ്ങൾ നമുക്ക് ക്ലോക്കിൽ കാണുന്ന സമയങ്ങളാണ്. ഇത് 3ഉം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ഈ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ന്യൂസ്. ഓക്കെ, എന്തോ ഒരു നല്ല വാർത്ത നിങ്ങളെ തേടി ഉടനെത്തും എന്നാണ് ഈ 10 മീനിങ്. ഞാൻ 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ ആണ്. ഓക്കെ, അതായത് ആ സമയത്ത് നമ്മുടെ അടുത്തൊരു ജീനിയുണ്ട്. നമ്മൾ എന്ത് വിചാരിക്കുന്നോ അല്ലെങ്കിൽ എന്ത് പറയുന്നോ അത് അതുപോലെ നടക്കും. സോ 11 ഇസ് ആക്ച്വലി വെരി പവർഫുൾ ടൈം, മാനിഫെസ്റ്റേഷൻ സമയമാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ആലോചിക്കാൻ, ആവശ്യപ്പെടാൻ, ചിന്തിക്കാൻ ശ്രദ്ധിക്കുക. അന്നേരം വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് അതേപോലെ റിയാലിറ്റി ആവും, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, സോ 11 ഇസ് ആക്ച്വലി ദ ടൈം ഓഫ് മാനിഫെസ്റ്റേഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും അഫർമേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 11 ടൈമിൽ 11 കാണുമ്പോൾ ഉടനെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതേപോലെ നടക്കും. ഫോർ എക്സാമ്പിൾ, ഐ എം ഹെൽത്തി, ഐ എം എ മണി മാഗ്നറ്റ്, ഐ എം ലവ്ഡ് എന്നൊക്കെയുള്ള അഫർമേഷൻസ് ബൈ ഡീഫോൾട്ട് അങ്ങ് എപ്പോഴും അങ്ങ് പറയുന്ന അങ്ങ് ശീലമാക്കുമ്പോൾ ഈ 11 കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അത് പറയാനുള്ളൊരു ടെൻഡൻസി വരും. ഓക്കെ, സേഫ് ആണത്. ഓക്കെ, സോ 11 ഇസ് മാനിഫെസ്റ്റേഷൻ. പിന്നെ 12 ഇത് മെയിൻലി റിലേഷൻഷിപ്സിനാണ് കേട്ടോ. റിലേഷൻഷിപ്സ്, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ ഒരു ചേഞ്ച് വരാൻ പോകുന്നു അല്ലെങ്കിൽ വരണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ലെവലപ്പിന് വേണ്ടിയിട്ട്. എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചേഞ്ച് കൊണ്ടുവരണം. നിങ്ങളൊന്ന് ചിന്തിക്കണം. മേ ബി നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കാം. അവിടെ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. സോ ബ്രിങ് ചേഞ്ചസ് ഇൻ യുവർ റിലേഷൻഷിപ്പ്. അതാണ് 12 മീനിങ്. ഇനി യാതൊരു പ്രശ്നവുമില്ലാതെ വളരെ സുഖമായിട്ട് പോകുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിലും ബ്രിങ് എ ചേഞ്ച് ഫോർ യുവർ ഹയർ ലെവൽ. അതായത് ഒരു നെക്സ്റ്റ് അടുത്ത ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ചേഞ്ച് കൊണ്ടുവരണം. അതാണ് ഈ 12 മീനിങ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ട്രിപ്ലറ്റ് ഏഞ്ചൽ നമ്പേഴ്സിന്റെ മീനിങ്. ഓക്കെ, 000 തൊട്ട് 999 വരെ ഉണ്ട്. പിന്നെ ഈ ക്ലോക്ക് ടൈമിങ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആലോചിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഗതി. വളരെ ചുരുക്കത്തിലാണ് കേട്ടോ പറഞ്ഞത്, പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. എന്നെ കൊണ്ടറിയാവുന്നത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പിനെസ്, ഹൗ എവർ യു ഡിഫൈൻ ഇറ്റ്. താങ്ക് യു.